വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് കടക്കണമെങ്കിൽ BJPക്ക് കാര്യമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പുലർത്തിയെങ്കിലും 33 എംപിമാരെ കൂടി ഇനി ആവശ്യമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമ്പോൾ BJP പല പാർട്ടികളുടെയും അടിത്തറയിളക്കാനുള്ള നീക്കം ശക്തമാക്കുന്നുണ്ട്. TMCക്ക് പുറമെ AAP, NCP തുടങ്ങിയ പാർട്ടികളെ പുലർത്താനുള്ള കളികൾ ഏറെക്കുറെ വിജയം കണ്ടു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് DMK ആണ്. അവരെ കൂടി എത്തിക്കാൻ സാധിച്ചാൽ ഇന്ത്യ മുന്നണിയെ പുലർത്തി ഭരണഘടനാ ഭേദഗതി ബിൽ അനായാസം പാസാക്കാൻ BJPക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ എളുപ്പം കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റു പാർട്ടികളെ സഖ്യത്തിൽ തന്നെ പിടിച്ചു നിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മണ്ഡല പുനർനിർണയത്തിനും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്താനുമാണ് NDA സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ട ബിൽ പുതുക്കി അവതരിപ്പിക്കാനാണ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിലിൽ ഭേദഗതിയെ ചെറുക്കാൻ മുന്നിൽ നിന്ന പ്രതിപക്ഷ നിലയിലെ പ്രാദേശിക പാർട്ടികളെ ഉറപ്പിച്ചു നിർത്തി സർക്കാർ ശ്രമം പരാജയപ്പെടുത്താൻ കോൺഗ്രസും ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശരത് പവാറിന്റെ NCP, DMK എന്നീ പാർട്ടികളെ ഏതെങ്കിലും രീതിയിൽ ബില്ലിന് അനുകൂലമാക്കാനാണ് ഭരണ നേതൃത്വം പ്രധാനമായും നീക്കം നടത്തുന്നത്. ഭേദഗതിയെ പിന്തുണയ്ക്കുമെന്ന തരത്തിൽ NCP പവാർ പക്ഷം ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. എന്നാൽ 50% സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുമെന്ന് NCP പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പുതുക്കിയ ബിൽ തങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലെന്നും വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി ചർച്ച ചെയ്യുമെന്നുമാണ് സുപ്രിയ സുലെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ BJPയുടെ പ്രതീക്ഷകൾ മങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന DMKയുമായും ഭരണ നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസുമായി അകന്നു എന്ന കാരണം മാത്രം ചൂണ്ടിക്കാട്ടി BJP നയങ്ങളെ എതിർക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന ചിന്ത DMK മുന്നണിക്കുണ്ട്. പ്രാദേശികമായുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യവുമായി ടൈപ്പാകാമെന്ന് DMK പറയുന്നുണ്ട്. ഇതോടെ നോക്കിവെച്ച 30 എംപിമാരാണ് ഒറ്റയടിക്ക് നിലപാട് തിരുത്തി ഇന്ത്യ സഖ്യത്തിനൊപ്പം എന്നറിയിക്കുന്നത്. തൃണമൂലിലെയും ശിവസേന ഉദ്ധവ് പക്ഷത്തെയും ഭിന്നിപ്പിന് ശേഷം NDAക്ക് ലോക്സഭയിൽ 319 അംഗങ്ങളുടെ പിന്തുണയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. NCP ശരത് പവാർ പക്ഷം കൂടി പിന്തുണച്ചാൽ മാത്രമാണ് അത് 327 ആകുന്നത്. ആ പിന്തുണ ഉറപ്പിച്ചാൽ പോലും 3/2 ഭൂരിപക്ഷത്തിന് ഇനിയും 33 എംപിമാരുടെ പിന്തുണ കൂടി വേണം. മറ്റ് ചില ചെറിയ പാർട്ടികളുടെ പിന്തുണ ആർജിക്കാൻ BJP രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ബില്ലിനെ നേരത്തെ സഭയിൽ എതിർക്കാൻ കോൺഗ്രസിനൊപ്പം ശക്തമായി നിലയുറപ്പിച്ചവരായിരുന്നു സമാജ്വാദി പാർട്ടി, DMK, TMC എന്നീ പാർട്ടികൾ. ഭൂരിഭാഗം അംഗങ്ങളും പാർട്ടി വിട്ടതോടെ ലോക്സഭയിൽ TMCയുടെ ശക്തി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യ പാർട്ടികളെ ഒന്നിപ്പിച്ച് സർക്കാരിനെതിരെ ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്.